കാസർഗോഡ് എണ്ണപ്പാറ രേഷ്മ തിരോധാന കേസിൽ പെൺകുട്ടി മരിച്ചെന്ന് സ്ഥിരീകരിച്ച് ഹൈക്കോടതി. മരണകാരണം കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കാൻ കോടതിയുടെ നിർദ്ദേശം. കേസ് CBIക്ക് വിടാൻ ഒരുക്കമാണ് എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ നിർണായക നീക്കവുമായി സംസ്ഥാന ക്രൈംബ്രാഞ്ചും രംഗത്തുണ്ട്. മാതാപിതാക്കളുടെയും സഹോദരിയുടെയും രക്തസാമ്പിൾ ശേഖരിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഈ തിരോധാന കേസ്? ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ, ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ചിന്റെ ഇടപെടൽ, എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? അരുൺ. റിജിത്ത്, 2010 ജൂൺ 6-നാണ് കാഞ്ഞങ്ങാട് എണ്ണപ്പാറ സ്വദേശി രേഷ്മയെ കാണാതാവുന്നത്. കാഞ്ഞങ്ങാട് മടിയൻ ഭാഗത്ത് വെച്ചാണ് ഈ രേഷ്മയുടെ അവസാന മൊബൈൽ ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചത്. പക്ഷേ അതിനുശേഷം നീണ്ട 15 വർഷത്തെ ഒരു അന്വേഷണമുണ്ടായി. ആ ഘട്ടത്തിലൊന്നും തന്നെ രേഷ്മ എവിടെയൊന്നും, രേഷ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ലോക്കൽ പോലീസിനൊന്നും ഉത്തരം കണ്ടെത്താനായില്ല. ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ചിനും ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായൊരു മറുപടി ലഭിച്ചില്ല. അതിനുശേഷമാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞ ഡിസംബറിൽ ഹൈക്കോടതി നേരിട്ട് തന്നെ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് ഈ കേസ് വിടുന്നത്. ഹൈക്കോടതി സംസ്ഥാന ക്രൈംബ്രാഞ്ച് SP പി പ്രകാശിനാണ് അന്വേഷണ ചുമതല നൽകിയത്. ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം ഈ കേസിൽ നടന്നിരിക്കുന്നു. ഇവരുടെ സഹോദരിയുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും ബ്ലഡ് സാമ്പിൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. ഇതിന് ഈ രേഷ്മയുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ രേഷ്മ ഉപയോഗിച്ചിരുന്ന പാദസരവും സംസ്ഥാന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ പാദസരം രേഷ്മയുടേതാണോ എന്നൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അതിനെ മാതാപിതാക്കളെയും സഹോദരിയെയും കാണിച്ചിരുന്നു. പക്ഷേ അവർക്കാർക്കും ഇത് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഒടുവിൽ രേഷ്മയുടെ ഒരു സുഹൃത്ത്, അതായത് ബന്ധുവായ ഒരു പെൺകുട്ടി തന്നെ ഈ പാദസരം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് രേഷ്മയുടേത് തന്നെയാണെന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രേഷ്മയുടേത് കൊലപാതകമാണോ എന്നൊരു സംശയം കൂടി ഉയരുന്നു എന്നുള്ളതാണ്. പെൺകുട്ടി മരിച്ചു എന്ന് ഹൈക്കോടതി സ്ഥിരീകരിച്ചു. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബേക്കൽ DYSP സുനിൽകുമാർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. ഈ കുട്ടി മരിച്ചിരിക്കുന്നു എന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഇനി കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നൊരു സംശയം മാത്രമാണ് ബാക്കിയുള്ളത്. ശരി, അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.